മുത്തുനിരയുടെ പ്രേമലു, മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയുടെ ഭ്രമയുഗം, ഒപ്പം ടൊവിനോയുടെ അന്വേഷിപ്പിൻ കണ്ടെത്തും. തിയേറ്ററുകളിലെല്ലാം ഹൗസ്ഫുൾ ബോർഡുകൾ നിറയുകയാണ്. 3 സിനിമകൾ, 3 ജാണർ, 3 ചിത്രങ്ങളെയും പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. തിയേറ്ററുകളിലേക്ക് ആളെത്തുന്നില്ല എന്ന സിനിമാ വ്യവസായത്തിന്റെ പരിഭവങ്ങളോട് നല്ല സിനിമകൾ ഉണ്ടായാൽ തിയേറ്ററിലേക്ക് ആളൊഴുകുമെന്ന പ്രേക്ഷകന്റെ മറുസാക്ഷ്യമാണ് പാതിരാത്രിയിൽ കൂട്ടിച്ചേർക്കുന്ന അധിക ഷോകളും ഈ ഹൗസ്ഫുൾ ബോർഡുകളും. കോവിഡിന്റെ ഇടവേള കഴിഞ്ഞ് മമ്മൂട്ടി എന്ന മഹാനടൻ എത്തിയത് സ്വയം വീണ്ടും റീബ്രാൻഡ് ചെയ്താണ്. നടന മികവിന്റെ രാഗിമിനുക്കി മൂർച്ച കൂട്ടിയ പകർന്നാട്ടമായി സിനിമകൾ മാറി. അഭിനയിച്ച് കൊതി തീരാത്ത ഒരാളുടെ പകർന്നാട്ട തുടർച്ചയുടെ പുതു അധ്യായമാണ് ഭ്രമയുഗം. കൊടുമൺ പോറ്റിയുടെ ഭാവപ്രകടനങ്ങളിൽ ഉന്മാദം തീർക്കുന്ന കാഴ്ചയൊരു അനുഭൂതിയാണ്. മുറുക്കിത്തുപ്പി നോട്ടത്തിലും ശബ്ദത്തിലും മമ്മൂട്ടി തീർക്കുന്നൊരു ഉന്മാദ പെരുക്കം. ഭൂതകാലത്തിലൂടെ ഞെട്ടിച്ച രാഹുൽ സദാശിവന്റെ കറുപ്പിലും വെളുപ്പിലും തീർക്കുന്ന കാഴ്ചാനുഭവം. അതിനോട് വിളക്കി ചേർത്ത ശബ്ദ ദൃശ്യമേളനം. ഹൊറർ സ്വഭാവമുള്ള സിനിമകൾ കുറച്ചു മാത്രം ഇറങ്ങുന്ന മലയാളത്തിൽ ഡ്രാക്കുളയെ ചേർത്ത് പിടിച്ചൊരു മമ്മൂട്ടി കാഴ്ച. ക്ലീഷയും പൈങ്കിളിയുമായ പ്രണയത്തെ പലയാവർത്തി പറഞ്ഞു പഴകിയ അതേ രീതിയിൽ വീണ്ടും അവതരിപ്പിക്കുക, എന്നാൽ അതിലൊരു പുതുമ സൃഷ്ടിക്കുക. അസാധ്യമാണെന്ന് തോന്നുമെങ്കിലും അതിൽ താനൊരു മാസ്റ്റർ ആണെന്ന് പ്രേമലുവിലൂടെ വീണ്ടും തെളിയിക്കുകയാണ് ഗിരീഷ് ഏടി എന്ന സംവിധായകൻ. തണ്ണീർമത്തൻ ദിനങ്ങൾ, സൂപ്പർ ശരണ്യ എന്നീ സിനിമകളുടെ തുടർച്ചയായി ഗിരീഷ് ഏടിയുടെ റോംകോം സിനിമ യൂണിവേഴ്സിൽ ആളുകളെ രസിപ്പിച്ചൊരു മിടുക്കുള്ള സിനിമ. നാസ്ലിൻ, മമിത, സംഗീത് പ്രതാപ്, ശ്യാം മോഹൻ എന്നിവരുടെ മികച്ച പ്രകടനം. ഹ്യൂമറിലും പെർഫോമൻസിലും ഗംഭീര സിനിമയാണ് പ്രേമലു. നവാഗതനായ ഡാർവിൻ കുര്യാക്കോസ് ടൊവിനോയോടൊപ്പം പോലീസ് കഥ പറയാൻ എത്തിയത് നടപ്പ് രീതികളെ ആകെ മാറ്റി നിർത്തിയാണ്. പതിവ് അന്വേഷണ സിനിമകളിൽ നിന്ന് അന്വേഷിപ്പിൻ കണ്ടെത്തും വ്യത്യസ്തമാകുന്നത് സിനിമ അവതരിപ്പിച്ച രീതിയിലാണ്. അന്വേഷണത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് മറ്റൊന്നിലേക്കും കടക്കാതെയുള്ള പരിചരണം. മികച്ച കഥാപരിസരം സൃഷ്ടിച്ച് വളരെ മിനിമലിസ്റ്റിക് ആയ കഥ പറച്ചിൽ. കഥയുടെ കാലഘട്ടത്തിലേക്ക് കൃത്യമായി ബ്ലെൻഡ് ചെയ്ത് നിർത്തുന്ന കാഴ്ച പരിസരം. അതിനെ ലിഫ്റ്റ് ചെയ്യുന്ന സംഗീതം, ഛായാഗ്രഹണം. ഡാർക്ക് ഷെയ്ഡ് ഒഴിവാക്കി ലാർജർ ദാൻ ലൈഫ് നായകനെ മാറ്റി നിർത്തി കൃത്യമായ ഇടവേളകളിൽ ട്വിസ്റ്റ് ഒരുക്കുന്ന ജനപ്രിയ ത്രില്ലർ ഫോർമാറ്റിനോട് അപ്പാടെ അകലം പാലിക്കുന്നു. ഉള്ളടക്കത്തിന്റെ മികവിൽ പ്രേക്ഷകനെ തിയേറ്ററിലേക്ക് ക്ഷണിക്കുന്ന ചലച്ചിത്ര കാഴ്ചയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും. പുവർ സിനിമാറ്റിക് അനുഭവത്തിന്റെ ഫലത്തിൽ പ്രേക്ഷകനെ കൊണ്ട് കൈയടിപ്പിക്കാം എന്ന് ഉറപ്പിക്കുന്നുണ്ട് നവാഗതനായ ഡാർവിൻ കുര്യാക്കോസും സംഘവും. 3 സിനിമകളുടെയും വിജയം സിനിമാ വ്യവസായത്തോട് ഉറക്കെ പറയുന്നുണ്ട്. മലയാള സിനിമ കാണാൻ പ്രേക്ഷകരില്ലാത്തതല്ല, മറിച്ച് പണം മുടക്കി ടിക്കറ്റ് എടുത്ത് തിയേറ്ററിലെത്തുന്ന പ്രേക്ഷകനെ പരിഹസിക്കാത്ത സിനിമകളില്ലാത്തതാണ് പ്രശ്നമെന്ന്. റിവ്യൂ ബോംബിംഗ് നിലവിളികൾ അവസാനിപ്പിച്ച് നല്ല സിനിമകൾ ഉണ്ടാക്കിയാൽ കാലിയായ തിയേറ്ററിന് പകരം ഹൗസ്ഫുൾ ബോർഡുകൾ ഉയരുമെന്ന പ്രേക്ഷകന്റെ ഉറപ്പ് കൂടിയാണ് ഈ വിജയങ്ങൾ.